സമ്പൂർണ്ണ പരാജയമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 പേരും തോറ്റ സാഹചര്യത്തെയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് UDF-ലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ LDF-ൽ ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യവും ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതേസമയം മത്സരിച്ച 8 സീറ്റിൽ 7ഇടത്തും ജയിച്ച് ജോസഫ് വിഭാഗം UDF-ന്റെ നില ഭദ്രമാക്കുകയും ചെയ്തു. അജിത്ത് വിവരങ്ങളുമായി നമുക്കിപ്പോൾ കോട്ടയത്ത് നിന്നുണ്ട്. അജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് 2 വാടി തളർന്ന് കരിഞ്ഞുപോയതാണ് ഇന്നലെ കണ്ടത്. ഒരിടത്തും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 12 തോറ്റു. പാർട്ടി ചെയർമാൻ അടക്കം തോറ്റ് തുന്നം പാടി. ഇതിൽ റോഷി അഗസ്റ്റിന്റെ തോൽവി, പ്രമോദ് നാരായണന്റെ തോൽവി ഒക്കെയും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാർട്ടിയെ കുറച്ചധികം ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകണം. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ നോക്കിയാൽ ജോസഫ് വിഭാഗത്തിനാണെങ്കിൽ ഗംഭീര വിജയവും. എങ്ങനെ വിലയിരുത്തുന്നു കേരള കോൺഗ്രസുകാർ ഒരു വിഭാഗം അവരുടെ തോൽവിയെയും ഒരു വിഭാഗം അവരുടെ ജയത്തെ? സേതുലക്ഷ്മി, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ പ്രതീക്ഷിച്ചായിരുന്നു കേരള കോൺഗ്രസിന് ഒരു വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും പൊട്ടിത്തെറിയും ഒക്കെ അതേതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണം കൃത്യമായ തീരുമാനമെടുക്കാൻ ശേഷിയില്ലാതെ പോയതുകൊണ്ടാണെന്നുൾപ്പെടെയുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനമായും കേരള കോൺഗ്രസിന് എമ്മിനുള്ളിൽ ഇത്തരത്തിൽ UDF-ലേക്ക് പോകണമോ എന്നുള്ള ചർച്ചകൾ നടന്ന സമയത്ത് ഒരു വിഭാഗം അത് വേണ്ട എന്ന് തീരുമാനിച്ചു. കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു അന്ന് അത്തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ അത് അംഗീകരിക്കാതെ ഒരു വിഭാഗം ഇത്തരത്തിൽ LDF-ൽ തന്നെ തുടരണമെന്ന് വാശി പിടിച്ചതാണ് ഈ തോൽവി ഇത്രയും ഉണ്ടാവാനുള്ള കാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കേരള കോൺഗ്രസിന് ഉള്ളിൽ ചർച്ചയായി ഉയർന്നു വന്നിരിക്കുന്നത്. പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യുന്ന ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ അവരുടെ കമ്മിറ്റികൾ ഉൾപ്പെടെ ചേരുന്ന സ്ഥിതി ഉണ്ടാകും. ആ ഘട്ടത്തിൽ ശക്തമായി പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ തോൽവി ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും 2 തട്ടിലാണെന്നുൾപ്പെടെയുള്ള തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഉൾപ്പെടെ നടന്നതും ഒട്ടും ഗുണകരമായില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രമല്ല അപ്പുറത്തെ വശത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് വലിയ തിരിച്ചടി നേരിട്ട ജോസഫ് വിഭാഗം അതിശക്തമായി തിരിച്ചു വന്നു. അപ്പോൾ ഈ കേരള കോൺഗ്രസിലെ ഏത് കേരള കോൺഗ്രസ് ആണ് ബലമുള്ളത് എന്ന് കാണിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ 12 മത്സരിച്ച് തോറ്റ കേരള കോൺഗ്രസ് എന്ന വിലയിരുത്തൽ ആളുകൾക്ക് ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉയർന്നു കഴിഞ്ഞാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഉൾപ്പെടെ പോകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതാണെങ്കിലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് അത്ര നല്ല കാലമല്ല മുമ്പിൽ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രശ്നങ്ങൾ രമ്യമായി എങ്ങനെ പരിഹരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതുണ്ട്. കാരണം അത് പരിഹരിക്കുക അത്ര എളുപ്പമല്ല. ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷം പ്രവർത്തകർ, നേതാക്കൾ ഇവരെയെല്ലാം പറഞ്ഞ് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കേരള കോൺഗ്രസുകളുടെ ചരിത്രവും അങ്ങനെയാണ്. ആ വലിയ പ്രതിസന്ധി വരുമ്പോൾ ആ പാർട്ടി എങ്ങനെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരള കോൺഗ്രസുകൾ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്ന് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ചകൾ പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതാണെങ്കിലും കേരള കോൺഗ്രസ് എം രൂപീകരിച്ചതിന് ശേഷം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന ഘട്ടത്തിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. ശരി അജിത്തെ, ശരി.